ഇന്ത്യയുടെ ചരിത്രം ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. 1556 മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ ഹുമയൂൺ മരിക്കുമ്പോൾ അടുത്ത അനന്തരാവകാശിയായ അക്ബറിന് വെറും 13 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അക്ബർ ആ ദിവസം ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കിലോമീറ്ററുകൾ അകലെ ഇന്നത്തെ പഞ്ചാബ് മേഖലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ വിശ്വസ്ത സൈനിക ജനറലായ ബൈറം ഖാനോടൊപ്പം അവിടെ സൈനിക ക്യാമ്പിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അക്ബറിന് അച്ഛൻ്റെ ശവമടക്കിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ശരിക്കും ശവമടക്കിൽ പങ്കെടുക്കുന്നതല്ല ഇവിടുത്തെ വിഷയം. അടുത്ത ചക്രവർത്തിയായ അക്ബർ അധികാരത്തിലേറണം. അയൽപക്കത്തെല്ലാം ശത്രുക്കളാണ്. ഡൽഹിയെ സ്വന്തമാക്കാൻ അവരെല്ലാം തക്കം പാർത്തിരിക്കുന്ന കാലമാണ്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം തന്നെ ഇല്ലാതെയാകും. 13കാരനായ അക്ബറിന് ഈ പ്രശ്നം എങ്ങനെ മറികടക്കണമെന്ന് അറിയില്ല. അതിനുള്ള പക്വത ആ കുട്ടിക്കില്ലല്ലോ. പക്ഷേ ആ കുട്ടി പഞ്ചാബിൽ ഇപ്പോൾ തനിച്ചല്ല. ഒപ്പം ബൈറം ഖാൻ എന്ന രക്ഷകനുണ്ട്. ബൈറം ഖാൻ ഉണർന്നു പ്രവർത്തിച്ചു. ഡൽഹിയിൽ പോയി ചക്രവർത്തിയാകാനുള്ള സമയമില്ല. അതുകൊണ്ട് പഞ്ചാബിലെ ഒരു പൂന്തോട്ടത്തിൽ ചക്രവർത്തിക്ക് വേണ്ട ഒരു താൽക്കാലിക സിംഹാസനമുണ്ടാക്കി അതിൽ അക്ബറിനെ ഇരുത്തി. സകല സൈനികരെയും സാക്ഷി നിർത്തി ബൈറം ഖാൻ ഒരു വിളംബരം നടത്തി. ഈ ഇരിക്കുന്ന അബ്ദുൽ ഫാത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ, ഈ അക്ബറാണ് മുഗൾ രാജവംശത്തിലെ അടുത്ത ബാദ്ഷാ. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അക്ബറിൻ്റെ പിതാവായ ഹുമയൂൺ പല ആവർത്തി സൂർ ഡൈനാസ്റ്റിയിലെ പല രാജാക്കന്മാരെയും അവിടുത്തെ ജനറൽമാരെയും വകവരുത്തിയതാണ്. പക്ഷേ സൂർ ഡൈനാസ്റ്റി പൂർണ്ണമായിട്ടും ഇല്ലാതെ ആയിട്ടില്ല. സൂർ ഡൈനാസ്റ്റിയെ സേവിച്ചിരുന്ന അവരുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു ജനറൽ ഇപ്പോഴുമുണ്ട്. ഹെമു എന്നാണ് ആ ഹൈന്ദവ മത വിശ്വാസിയായ ജനറലിൻ്റെ പേര്. ഹെമു ഒട്ടും സമയം പാഴാക്കിയില്ല. ഇതൊരു സുവർണ അവസരമാണെന്ന് അയാൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അയാളുടെ പക്കലുണ്ടായിരുന്ന സകല സേനയുമായി നേരെ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. ഡൽഹിയുടെ വളരെ അരികിൽ തന്നെ അയാളും അയാളുടെ സേനയും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചു. ഡൽഹി ആ സമയത്ത് അനാഥമായിരുന്നു. അവിടെ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ആക്രമണമൊന്നും നടത്താതെ തന്നെ ഹെമുവിന് വീണ്ടും സുർ ഡൈനാസ്റ്റി പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. ചക്രവർത്തി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പേര് തന്നെ മാറ്റി. രാജ വിക്രമാദിത്യ. വിക്രമാദിത്യ മഹാരാജാവല്ല. വിക്രമാദിത്യ മഹാരാജാവിനുള്ള സ്നേഹവും ആദരവും കാരണം ഹിമു ആ പേര് സ്വീകരിക്കുകയായിരുന്നു. അക്ബറിനെ ഇഷ്ടപ്പെട്ടിരുന്ന മുഗൾ നോബിൾസ് നേരെ പഞ്ചാബിലെ മിലിറ്ററി ക്യാമ്പിലേക്ക് പുറപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന അക്ബറിനെ അവർ നേരിട്ട് വന്നു കണ്ടു. ബാദ്ഷാ, നിങ്ങളിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ബൈറം ഖാനോടൊപ്പം എത്രയും പെട്ടെന്ന് കാബൂളിലേക്ക് രക്ഷപ്പെടുക. ഹിമു, അയാൾ ക്രൂരനാണ്. താങ്കളെ കൊല്ലാനുള്ള പദ്ധതികൾ ഇപ്പോൾ തന്നെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അയാളും അയാളുടെ സൈന്യവും ഇവിടെ എത്തിച്ചേരാം. താങ്കളെ കൊല്ലാൻ ശ്രമിക്കും. അന്ന് അക്ബറിൻ്റെ തീരുമാനങ്ങളായിരുന്നില്ല. ആ തീരുമാനങ്ങൾ ശരിക്കും എടുത്തിരുന്നത് ധീരനായ ബൈറം ഖാനായിരുന്നു. ബാദ്ഷാ, നമ്മൾ എങ്ങോട്ടും പേടിച്ചോടുന്നില്ല. ഹെമു ഇരിക്കുന്ന സിംഹാസനം താങ്കളുടേതാണ്. അത് താങ്കൾക്ക് തിരിച്ചു തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്വവുമാണ്. യുദ്ധകാഹളം മുഴങ്ങുകയായി. അക്ബറും ബൈറം ഖാനും ആ ചെറു സൈന്യവുമായി നേരെ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. 1556 അക്ബറും സംഘവും പാനിപ്പട്ടിൽ എത്തിച്ചേർന്നു. സമതല പ്രദേശമാണ്, യുദ്ധത്തിന് ഏറ്റവും അനുയോജ്യമായ ഭൂമി. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു യുദ്ധം നടന്നിരുന്നു. അക്ബറിൻ്റെ മുത്തശ്ശനായ ബാബർ നടത്തിയിട്ടുള്ള ഒരു വലിയ യുദ്ധം. ആ യുദ്ധത്തിലൂടെയാണ് മുഗൾ സാമ്രാജ്യത്തിന് തന്നെ തറക്കല്ലിട്ടത്. നിലവിൽ 1556 മുഗൾ സാമ്രാജ്യം നിലനിൽക്കുന്നില്ല. ഡൽഹി ഇപ്പോൾ സൂർ രാജവംശമാണ് ഭരിക്കുന്നത്. ഹെമുവിൻ്റെ കയ്യിലാണ്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ പാനിപ്പട്ടിൽ അന്ന് നടന്ന യുദ്ധം വീണ്ടും ആവർത്തിക്കണം. ആ യുദ്ധത്തിൽ അക്ബറിന് ജയിക്കാൻ സാധിക്കണം. പക്ഷേ അതിനുള്ള കെൽപ്പ് അക്ബറിൻ്റെ പക്കലില്ല, അല്ലെങ്കിൽ ബൈറം ഖാൻ്റെ പക്കലില്ല. ബൈറം ഖാൻ വളരെ ധീരനായിട്ടുള്ള ഒരു ജനറലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പക്കലുള്ള സൈന്യം വളരെ വളരെ ചെറുതായിരുന്നു. അതേസമയം ഇതേ പാനിപ്പട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഹെമുവിൻ്റെ സൈന്യം അത് വലിയൊരു സൈന്യമാണ്. അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് 1500ഓളം വരുന്ന ആനപ്പടയാണ്. അതിലൊരു ആനപ്പടയുടെ മുകളിലായിട്ട്
നമുക്ക് ധീരനായ ഒരു പോരാളിയെ കാണാം, ഹെമുവിനെ. ഹെമു യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കും. കാരണം സാധാരണ ഒരു രാജാവോ ചക്രവർത്തിയോ അല്ല, അതിനുപരിയായി വളരെ ധീരനായിട്ടുള്ള ഒരു മിലിറ്ററി ജനറലാണ്. നല്ല തഴക്കവും പഴക്കവും ഒക്കെയുള്ള മികച്ച ഒരു ലീഡർ കൂടിയാണ്. അദ്ദേഹം മുന്നിട്ട് നിന്നാണ് യുദ്ധം നയിക്കുന്നത്. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ അക്ബറിന് തിരിച്ചടിയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അക്ബർ പരാജയപ്പെടാം. മുഗൾ സാമ്രാജ്യം തന്നെ ഇല്ലാതെയാകാം. അക്ബറിനെ കൊന്നു തള്ളാനുള്ള സാധ്യതയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. അങ്ങനെ ഏതു നിമിഷവും പരാജയപ്പെടുമെന്നുള്ള തോന്നലുണ്ടായിരിക്കുന്ന ആ നിമിഷം ഒരു ഭാഗ്യം അക്ബറിന് കിട്ടി. തങ്ങളെ ക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആനപ്പുറത്ത് ഇരുന്നു കൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഹെമുവിൻ്റെ നേർക്ക് ഒരു അമ്പ് ചീറിപ്പാഞ്ഞു. ചീറിപ്പാഞ്ഞ ആ അമ്പ് നേരെ വന്ന് കൊണ്ടുകയറുന്നത് ഹെമുവിൻ്റെ കണ്ണിനുള്ളിലേക്കായിരുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ അയാൾ ആനയുടെ പുറത്തു നിന്നും മറിഞ്ഞു വീണ് മരണമടഞ്ഞു. ഹെമു മരിച്ച കാര്യം അവിടെ ഉണ്ടായിരുന്ന സൈനികരെല്ലാം അറിഞ്ഞു. തങ്ങളുടെ പ്രിയപ്പെട്ട ചക്രവർത്തി തന്നെ ഇല്ലാതെയായി. പിന്നെ ഈ യുദ്ധം തുടർന്നു പോയതുകൊണ്ട് എന്തർത്ഥമാണുള്ളത്? അവർ ജയിക്കാൻ പോവുകയായിരുന്നു. ജയിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം മതിയായിരുന്നു. ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അവിടെ ഉണ്ടായിരുന്ന ഹെമുവിൻ്റെ സകല സൈനികരും പല ദിക്കിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അക്ബറിനും ബൈരൻ ഖാനിനും ഇനി നേരെ സുഖകരമായിട്ട് ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെടാം. ഡൽഹിയിലെ സിംഹാസനം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഇനി അക്ബറിനിരിക്കാം. പക്ഷേ പിന്നീടുള്ള 4 വർഷക്കാലം അക്ബറല്ല ഡൽഹി ഭരിക്കുന്നത്. റീജൻ ഭരണമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കാരണം അക്ബറിന് വെറും 13 വയസ്സ് മാത്രമാണ് പ്രായം. ബൈരൻ ഖാൻ ഒരു ചക്രവർത്തി ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും നേരിട്ട് ചെയ്തു. അക്ബറിന് 18 വയസ്സ് കഴിഞ്ഞു. പക്ഷേ ആ കാലഘട്ടത്തിലെ രാജവാഴ്ചയൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. എപ്പോൾ വേണമെങ്കിലും അട്ടിമറിക്കാം. സ്വന്തം പിതാവിനെ കൊന്ന് മക്കൾ തന്നെ അധികാരത്തിലേറിയെന്ന് വരാം. അധികാര വടംവലിക്കിടയിൽ സഹോദരന്മാർ പരസ്പരം വെട്ടിയും കുത്തിയുമൊക്കെ മരിച്ചു എന്ന് വരാം. ബൈരൻ ഖാൻ നിലവിൽ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് അക്ബറിന് ധാരണയില്ല. പക്ഷേ ബൈരൻ ഖാൻ എന്തുകൊണ്ട് മറിച്ച് ചിന്തിച്ചുകൂടാ? 18 വയസ്സ് കഴിയുമ്പോൾ റീജൻ ഭരണം അവസാനിക്കണം. എന്നാൽ അതങ്ങനെ അവസാനിപ്പിക്കാതെ ബൈരൻ ഖാൻ്റെ കീഴിലുള്ള സൈന്യത്തെ ഉപയോഗിച്ച് ബൈരൻ ഖാന് പുതിയൊരു ഡൈനാസ്റ്റി തന്നെ ആരംഭിച്ചുകൂടെ? ഇങ്ങനെയുള്ള ചിന്ത അക്ബറിലുണ്ട്. അതിനു പുറമെ അക്ബറിൻ്റെ വളർത്തമ്മയായ മഹം അനഗയ്ക്കുമുണ്ട്. മഹം അനഗ ഒരു തന്ത്രം അക്ബറിന് പറഞ്ഞു കൊടുത്തു. ബൈരൻ ഖാനെ നമുക്കൊരു തീർത്ഥയാത്രയ്ക്ക് പറഞ്ഞുവിടാം. ഒരിക്കലും അദ്ദേഹത്തിന് നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു തീർത്ഥയാത്ര. അങ്ങനൊരു തീർത്ഥയാത്ര ഉണ്ടെങ്കിൽ അത് മെക്കയിലേക്കുള്ള യാത്രയാണ്. അക്ബർ ഒട്ടും വൈകാതെ തന്നെ ബൈരൻ ഖാനോട് പറഞ്ഞു, താങ്കൾ ഒരു വലിയ തീർത്ഥയാത്രയ്ക്ക് പോകാൻ പോവുകയാണ്. താങ്കൾ പോകുന്നത് നമ്മുടെയെല്ലാം സ്വപ്നഭൂമിയായിട്ടുള്ള മെക്കയിലേക്കാണ്. അത്തരത്തിലുള്ള ഒരു ഓഫർ ഒരിക്കലും ബൈരൻ ഖാന് നിഷേധിക്കാൻ സാധിക്കുമായിരുന്നില്ല. ചക്രവർത്തിയായിട്ട് ഇവിടെ തുടരുന്ന അത്രയും തന്നെ സൗഭാഗ്യമാണല്ലോ ചക്രവർത്തിയുടെ ഒരു പ്രതിനിധിയായി അങ്ങ് മെക്കയിൽ പോയി തീർത്ഥാടനം നടത്തുക എന്നുള്ളത്. ബൈരൻ ഖാൻ അത് സമ്മതിച്ചു. പിന്നീട് അദ്ദേഹം ഒട്ടും വൈകാതെ തന്നെ ഒരു ചെറിയ സേനയുമായി നേരെ മെക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് മെക്കയിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു ബൈരൻ ഖാന്. അഫ്ഗാനിലുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ ബൈരൻ ഖാനോടുണ്ടായിരുന്ന വൈരാഗ്യം കാരണം അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കൊന്നുകളഞ്ഞു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം അക്ബറിൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് 1560-ലാണ്. പിന്നീട് ഏകദേശം 50 വർഷക്കാലം അദ്ദേഹത്തിന് അവിടെ ചക്രവർത്തിയായിട്ട് വാഴാൻ സാധിച്ചു. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഒരു ചക്രവർത്തിയായിട്ട് നമുക്ക് അക്ബറിനെ ചൂണ്ടിക്കാണിക്കാം. അക്ബറിൻ്റെ ആ ഒരു കൈക്കരുത്തിലൂടെ ശരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് തന്നെ ഇന്ത്യ അല്ലെങ്കിൽ ഡൽഹി മാറി. അന്നുണ്ടായിരുന്ന ലോകത്തിലെ മൊത്തം GDPയുടെ 1/4 ഇന്ത്യയിൽ അല്ലെങ്കിൽ ഡൽഹിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അക്ബർ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു. അതിനുപരി അദ്ദേഹം അതിബുദ്ധിമാനായിട്ടുള്ള ഒരു ചക്രവർത്തിയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് സൈന്യത്തിനാണ്. സൈന്യത്തെ ഇനിയും വലുതാക്കണം. പീരങ്കി നിർമ്മാണത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അതിനുവേണ്ടി പ്രത്യേകം ഗവേഷകരെ തപ്പിപ്പിടിച്ചെടുത്തു. അവരെ ഉപയോഗിച്ചിട്ട് നൂതനമായിട്ടുള്ള പീരങ്കി ഉണ്ടകളും അതിൻ്റെ സാമഗ്ര വസ്തുക്കളും ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങി. കൂടാതെ പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്ന കാവലറി അല്ലെങ്കിൽ കുതിരപ്പടയും അവർ നിർമ്മിച്ചു. അങ്ങനെ സൈന്യത്തിൻ്റെ ശക്തി ദിനം പ്രതി അദ്ദേഹം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെയിരുന്നു.
പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഡൽഹിയെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുക എന്നതാണ്. അതിന് നിലവിലുള്ള ഈ സ്ഥലം മതിയാവുകയില്ല. അതിന് ചുറ്റുപാടുമുള്ള അനവധി പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കണം. വെട്ടിപ്പിടിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഈ അയൽക്കാർ ഏത് നിമിഷവും ഡൽഹിയെ കീഴടക്കിയെന്നും വരാം. അക്ബർ ആദ്യം ശ്രദ്ധ കൊടുക്കുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന മാൽവ എന്ന് പറയുന്ന സാമ്രാജ്യത്തിലാണ്. മാൽവ ഒരു വലിയ സാമ്രാജ്യമാണ്. ഇന്നത്തെ മധ്യപ്രദേശ്, രാജസ്ഥാൻ മേഖലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഒരു സാമ്രാജ്യം. സാമ്പത്തികമായിട്ട് ആ ഘട്ടത്തിൽ ഡൽഹിയേക്കാൾ ഒരു പടി മുൻപിലാണ് മാൽവ. മാൽവ എന്ന് ഭരിക്കുന്നത് ബസ് ബഹദൂറാണ്. അവിടേക്ക് അക്ബർ 2 ജനറൽമാരെയാണ് അയക്കുന്നത്. ഒന്ന് ആദം ഖാൻ, മറ്റൊന്ന് പിർ മുഹമ്മദ് ഖാൻ. ബസ് ബഹദൂറിന് കാര്യമായിട്ടുള്ള സൈനിക ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരുടെയും ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ ബസ് ബഹദൂറിന് സാധിച്ചില്ല. അദ്ദേഹം ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആദം ഖാൻ അവിടുത്തെ അടുത്ത അധികാരിയായിട്ട് മാറി. അധികാരം കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ക്രൂരമായിട്ടുള്ള ആ വന്യമൃഗം പുറത്തു ചാടി. അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ പോലും കൊന്ന് അവരുടെ പണം അയാൾ അപഹരിച്ചെടുത്തു. ആദം ഖാൻ വേറൊരു രാജ്യത്തെയാണ് ആക്രമിച്ചത്. പക്ഷേ അവിടുത്തെ ചക്രവർത്തിയൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നിലവിൽ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അത് സാക്ഷാൽ അക്ബറിൻ്റെ കീഴിൽ വരുന്ന പ്രജകളാണ്. അവരെ സേവിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അവരെ തന്നെ കൊന്നിട്ട് അവരുടെ പണം ആദം ഖാൻ കൈക്കലാക്കി. ഈ വാർത്ത ഒട്ടും വൈകാതെ തന്നെ അക്ബറിൻ്റെ ചെവിയിൽ എത്തിച്ചേർന്നു. അക്ബറിന് ഇതൊട്ടും സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രജകളെ അദ്ദേഹം മക്കളെ പോലെയാണ് കരുതിയിരുന്നത്. ഒട്ടും വൈകാതെ തന്നെ ആദം ഖാനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് പുതിയൊരു ജനറലിനെ അവിടെ നിയമിച്ചു. അക്ബറിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കുപ്രശസ്തമായിട്ടുള്ള യുദ്ധം നടക്കുന്നത് ചിറ്റോർ ഫോർട്ടിലാണ്. ചിറ്റോർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ രാജസ്ഥാനിലാണ്. അന്നത് രാജസ്ഥാനല്ല, രാജ്പുത്താനയാണ്. രാജ്പുത്താന അന്ന് രജ്പുത്തുകളാണ് ഭരിച്ചിരുന്നത്. രജ്പുത്തുകൾ തന്നെ ഒന്നിച്ച് ഒരൊറ്റ യൂണിയനായിട്ടായിരുന്നില്ല ഭരിച്ചിരുന്നത്. അത് പല പല ചെറിയ രാജ്യങ്ങളായിട്ട് വേർപെട്ടിട്ടുണ്ടായിരുന്നു. ഓരോ രാജ്യങ്ങളും വ്യത്യസ്തരായിട്ടുള്ള രജ്പുത്ത് രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. ഈ രജ്പുത്തുകളോട് വലിയ സ്നേഹമായിരുന്നു അക്ബറിനുണ്ടായിരുന്നത്. കാരണം രജ്പുത്തുകൾ വളരെ ധീരന്മാരാണ്. മരിക്കുന്നിടം വരെ അവർ പൊരുതിക്കൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള രജ്പുത്തുകളോടൊപ്പം ചേർന്ന് നിന്ന് ഇവിടം ഒറ്റ സാമ്രാജ്യമാക്കി മാറ്റിയെടുക്കുന്നതായിരുന്നു അക്ബറിൻ്റെ സ്വപ്നം. അവിടെ ഉണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ രജ്പുത്തുകൾക്കും അക്ബറിനോടൊരു പ്രത്യേക സ്നേഹം അല്ലെങ്കിൽ ഒരു പ്രത്യേക ബഹുമാനം, അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക ഭയവുമുണ്ട്. അക്ബർ എല്ലാവർക്കും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പലതരത്തിലുള്ള സ്ഥാനമാനങ്ങൾ തരാം, പക്ഷേ നിങ്ങൾ ഡൽഹിയുടെ അണ്ടറിലുള്ള ഒരു അലയായി പ്രവർത്തിക്കണമെന്നായിരുന്നു അക്ബറിൻ്റെ ആ കത്തുകളുടെ ഉള്ളടക്കം. മിക്ക ആളുകളും സമ്മതിച്ചു, പക്ഷേ അതിനെ എതിർത്ത ആളുകളുമുണ്ട്. അത്തരത്തിൽ എതിർത്ത ഒരു വ്യക്തിയാണ് ചിറ്റോർ കോട്ട കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജാ ഉദയ് സിംഗ്. രാജാ ഉദയ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം ചിറ്റോർ കോട്ട അതിശക്തമാണ്. ഇത് ഭേദിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള കോട്ടകളിൽ ഒന്നാണ് ചിറ്റോർ കോട്ട. അതുകൊണ്ട് ഈ ചിറ്റോർ കോട്ടയെ ഒരിക്കലും അക്ബറിന് കീഴടക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം രാജാ ഉദയ് സിംഗിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. എനിക്ക് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് മാത്രമല്ല, വേണ്ടി വന്നാൽ നിങ്ങളുടെ പ്രദേശങ്ങൾ കൂടി ഞാൻ പിടിച്ചെടുത്തുവെന്ന് വരാം. അക്ബറിന് അടക്കാനാകാത്ത രോക്ഷമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് അക്ബറും ഒരു വലിയ സേനയും നേരെ ചിറ്റോർ കോട്ടയിലേക്ക് തിരിച്ചു. ചിറ്റോർ കോട്ട അങ്ങ് വളഞ്ഞു. പക്ഷേ അക്ബറും സംഘവും അവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് രാജാ ഉദയ് സിംഗും കുടുംബവും അവിടെ നിന്ന് പലായനം ചെയ്തിരുന്നു. കുറച്ച് മാറിയുള്ള ഒരു കുന്നിൻ്റെ മുകളിലേക്കായിരുന്നു ഈ കുടുംബം യാത്ര പുറപ്പെട്ടത്. പക്ഷേ അതൊരു കീഴടങ്ങലല്ല. 2 മികച്ച സൈനികരെ അവിടെ ചാർജ് കൊടുത്തിട്ടാണ് ഉദയ് സിംഗ് അവിടെ നിന്നും പലായനം ചെയ്തത്. ജയ്മാൽ റാത്തോറും പട്ട സിസോഡിയുമാണ് ആ ജനറൽമാർ. ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ചക്രവർത്തിമാരും കാലാകാലങ്ങളിലായി ചെയ്യുന്ന ഒരു യുദ്ധതന്ത്രമുണ്ട്. ഒരു വലിയ കോട്ടയ്ക്കുള്ളിലാണ് നഗരമുള്ളത്. അതുകൊണ്ട് തന്നെ ആ നഗരത്തിലുള്ള ആളുകൾക്ക് ആവശ്യത്തിനായിട്ടുള്ള ഭക്ഷണം അവിടെ ഉണ്ടാക്കാൻ സാധിക്കില്ല. കൃഷിഭൂമി തീർത്തും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. കൃഷി ചെയ്യുന്നതൊക്കെ പുറത്താണ്. അവിടെ നിന്ന് കൃഷി ചെയ്താണ് ഇവിടെ ധാന്യമണികളൊക്കെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ മറ്റ് ട്രേഡ് സെൻറ്ററുകളിൽ നിന്ന് ഇവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനേറെ പറയണം, കുടിക്കാനുള്ള ജലം പോലും അവിടെ കാര്യമായിട്ടില്ല. അത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന 10,000-കണക്കിന് പട്ടാളക്കാരുള്ള ഒരു ഫോർട്ടാണെന്ന് കൂടി ചിന്തിക്കണം. കാര്യങ്ങൾ വളരെ ദുസ്സഹമായി. കോട്ടയിലേക്കുള്ള എല്ലാ കവാടങ്ങളും അക്ബർ വളഞ്ഞിരിക്കുന്നു.
അങ്ങോട്ട് പോകാനോ അവിടെ നിന്ന് വെളിയിലേക്ക് വരാനോ ആർക്കും സാധിക്കാത്തൊരവസ്ഥ. ഇതിങ്ങനെ മാസങ്ങളോളം നീണ്ടുപോകുന്നതാണ്. പക്ഷേ അക്ബർ മറ്റാരും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. കാരണം മറ്റൊരു ചക്രവർത്തിയെപ്പോലുള്ളൊരു ചക്രവർത്തിയല്ല അക്ബർ. അക്ബർ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ഒരു ആശയമുണ്ടായി. പ്രധാനപ്പെട്ട ഗേറ്റുകളുടെ മുൻവശത്തായിട്ട് വലിയ മതിലുകൾ പണിയുക. മണ്ണ് കൊണ്ടാണ് അവിടെ മതിലുകൾ പണിയുന്നത്. ആ മതിലിൻ്റെ മുകളിലേക്ക് പീരങ്കികൾ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ലോപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ശേഷം ഈ പീരങ്കികൾ മുകളിലേക്ക് ഉന്തിക്കൊണ്ടുപോയി. ഇപ്പോൾ നല്ല ഉയരത്തിലാണ് പീരങ്കികൾ നിൽക്കുന്നത്. ആ ഉയരത്തിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ നിന്ന് പീരങ്കി തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഈ ഫോർട്ടിൻ്റെ മതിലുകളിലല്ല വന്ന് പതിക്കുക, നേരെ ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ വന്ന് പതിക്കും. ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ചരിത്രങ്ങൾ ഇതിനോടകം ഞാൻ പല വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ സീജ് എന്ന് പറയുന്ന ഈ സ്ട്രാറ്റജി നടപ്പിലാക്കിയിട്ടുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പീരങ്കികളെ ഒരു വലിയ പീഠത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഫോർട്ടുകൾ ആക്രമിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വായിക്കുന്നത്. നിങ്ങൾ ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതെവിടെയാണെന്ന് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ആ ഫോർട്ടിലുള്ള ആളുകൾ കീഴടങ്ങും. കാരണം അവർക്ക് രക്ഷയില്ല. അത്രയ്ക്കും ഭീകരമായിട്ടുള്ളൊരു ആക്രമണമാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് സാധാരണ ആളുകളല്ല, ഇത് രാജ്പുത്തുകളാണ്. അവർ കീഴടങ്ങിയില്ല. മരണം വരെയും പോരാടുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതാണ് അവരുടെ രക്തത്തിൻ്റെ പ്രത്യേകത. ശക്തമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടേയിരുന്നു. ഓരോ ദിവസം കഴിയും തോറും നൂറുകണക്കിന് സൈനികരാണ് മരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് ഫോർട്ടിൻ്റെ ഉള്ളിലാണ്. കാരണം കുറേയധികം ആളുകൾ ഒരു ചെറിയ പ്രദേശത്തിൽ തമ്പടിച്ചിരിക്കുകയാണല്ലോ. ഒരു പീരങ്കി ഉണ്ട വന്ന് വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരെങ്കിലുമൊക്കെ മരിക്കും. പക്ഷേ വിശാലമായ ഒരു പ്രദേശത്താണ് അക്ബറും അക്ബറിൻ്റെ സേനയും നിൽക്കുന്നത്. അവിടെ കാര്യമായിട്ടുള്ള മരണമൊന്നും സംഭവിക്കുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ദിവസങ്ങൾ പിന്നീട് മാസങ്ങളായി. അങ്ങനെ അനവധി മാസങ്ങൾക്ക് ശേഷം ജയ്മാൽ റാത്തോർ മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം വാസ്തവമാണെന്ന് എനിക്കറിയില്ല. ജയ്മാൽ റാത്തോറിനെ ഈ കഥയനുസരിച്ച് കൊല്ലുന്നത് അക്ബർ നേരിട്ടാണ്. ജയ്മാൽ റാത്തോർ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന ചിറ്റോർ കോട്ടയ്ക്ക് ശക്തി പകരുന്ന രീതിയിൽ പല ആളുകളെ കൊണ്ട് മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച അക്ബർ കണ്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് 1-2 തവണ നിറയൊഴിച്ചു. അതിനെ തുടർന്ന് ജയ്മാൽ റാത്തോർ മരണമടഞ്ഞു. നിരന്തരമായിട്ടുള്ള പീരങ്കി ആക്രമണത്തെ തുടർന്ന് ആ കോട്ട ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർന്നു. 1568 ഫെബ്രുവരി മാസത്തിലാണ് ആ കോട്ട തകരുന്നത്. തകർന്നടിഞ്ഞ ആ അവശേഷിപ്പുകളുടെ ഇടയിലൂടെ അക്ബറിൻ്റെ സേന കോട്ടയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി. അവിടെ ഉണ്ടായിരുന്ന രജ്പുത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കീഴടങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ പരാജയപ്പെടാൻ പോവുകയാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ 1-2 ആചാരങ്ങൾ നടപ്പിലാക്കും. സ്ത്രീകൾ നടത്തുന്ന ആ ആചാരത്തിൻ്റെ പേര് ജൗഹാർ എന്നാണ്. അതിനുവേണ്ടി വിറകുകൾ അടുക്കി വെച്ച് ഒരു വലിയ ഹോമകുണ്ഡമുണ്ടാക്കും. അനവധി സ്ത്രീകൾക്ക് ചാടി ആത്മഹൂതി അണയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഹോമകുണ്ഡം. അതിനുശേഷം ഓരോരുത്തരായി ഓരോ സ്ത്രീകളായി ആ തീയിൽ ചാടി സ്വയം വെന്തുരുകി ഇല്ലാതെയാകും. അന്യപുരുഷന്മാർ, പ്രത്യേകിച്ചും ശത്രുക്കളായിട്ടുള്ള പുരുഷന്മാർ തങ്ങളുടെ ദേഹത്ത് കൈവെക്കുന്നതിന് മുൻപ് തങ്ങളുടെ ശവശരീരം തന്നെ പൂർണ്ണമായിട്ടും കത്തി ഇല്ലാതെയാക്കുന്ന തരത്തിലുള്ള ഒരു ആചാരമായിരുന്നു അന്നവർ നടപ്പിലാക്കിയത്. പുരുഷന്മാർ കാവ്യ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് യുദ്ധത്തിലേർപ്പെടുന്നത്. അതവരുടെ അവസാനത്തെ യുദ്ധമാണ്. മരണം വരെയും യുദ്ധം ചെയ്യുക, ശത്രുവിൻ്റെ കടാരയ്ക്ക് ഇരയായി സ്വയം മരിക്കുക എന്നതാണ് അവരുടെ ആചാരത്തിൻ്റെ പ്രത്യേകത. ഏകദേശം 30,000-ഓളം വരുന്ന രാജ്പുത് പട്ടാളക്കാരാണ് അന്ന് ആ യുദ്ധത്തിൽ മരണമടയുന്നത്. സ്ത്രീകളുടെ എണ്ണത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല. എന്നാലും അനവധി സ്ത്രീകൾ, ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന സകല സ്ത്രീകളും സ്വയം മരണം വരിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു യുദ്ധത്തിന് ശേഷം, ആ യുദ്ധത്തിലെ വിജയത്തിന് ശേഷം അക്ബർ ആ യുദ്ധം ആഘോഷിക്കുന്നത് ഒരു വലിയ ടവർ പണിതുകൊണ്ടാണ്. ഫത്തേ മിനാർ എന്നാണ് ആ ടവറിൻ്റെ പേര്. ഈ ഒരു യുദ്ധം കഴിഞ്ഞതോടുകൂടി രാജ്പുത്തുകൾക്ക് അക്ബറിനോടുള്ള ഭയം ഇരട്ടിച്ചു. അവിടെ അക്ബറിനോട് എതിർപ്പ് കാണിച്ചിരുന്ന പല ആളുകളും ആ എതിർപ്പ് മറച്ചു വെച്ച് അക്ബറിനോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അക്ബറിൻ്റെ കീഴിൽ ഒരു ജനറലായിട്ട് മാത്രം പ്രവർത്തിക്കാനാണ് ഇവർ തീരുമാനിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ളൊരു ഭയം കൊണ്ട് വലിയ കാര്യമില്ലെന്ന് അക്ബറിന് നല്ല ധാരണയുണ്ട്. അദ്ദേഹത്തിന് രാജ്പുത്തുകളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. പക്ഷേ അക്ബർ വരുന്നത് മറ്റൊരു മതത്തിൽ നിന്നാണ്, മറ്റൊരു രാജ്യത്തിൽ നിന്നാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ രാജ്പുത്താനകൾ അല്ലെങ്കിൽ രാജ്പുത്തുകൾ ഒരിക്കലും സ്വീകരിക്കില്ല. അത്തരത്തിൽ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്വീകാര്യനായിട്ടുള്ളൊരു വ്യക്തിയാക്കി
മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ സ്വയം മാറണമെങ്കിൽ ഒരു രജ്പുത്താന രാജകുമാരിയെ വിവാഹം ചെയ്യണം. അവർക്കുണ്ടാകുന്ന കുട്ടികൾ അത് മുഗളന്മാരുടെ കുട്ടികൾ മാത്രമല്ല, അത് രാജ്പുത്താനയിലെ കുട്ടികൾ കൂടിയാണ്. ഒരു രാജ്പുത്താന ചക്രവർത്തിയായിരുന്ന രാജ ബർമാളിൻ്റെ മകൾ ഹർഖാബായി അല്ലെങ്കിൽ ജോധാബായിയാണ് അന്ന് അക്ബർ വിവാഹം ചെയ്യുന്നത്. ഇത്തരത്തിൽ അക്ബറിന് ഒരുപാട് കല്യാണങ്ങൾ കഴിക്കേണ്ടി വന്നു. അതിൽ മിക്കതും പൊളിറ്റിക്കൽ മാരേജുകളായിരുന്നു. ഒരു അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള കല്യാണങ്ങളായിരുന്നു. അങ്ങനെ ഏകദേശം 35ഓളം വിവാഹങ്ങൾ ചെയ്തതായിട്ടാണ് ചരിത്ര രേഖകൾ പറയുന്നത്. ജോധാബായിയെ വിവാഹം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഹർഖാബായിയെ വിവാഹം ചെയ്തതിന് ശേഷം രജ്പുത്താനുകൾക്കും മുഗളന്മാർക്കും ഇടയിലുണ്ടായിരുന്ന മതിൽ ശരിക്കും തകർന്നടിഞ്ഞു വീണു. അവർ തമ്മിൽ ഒരു വലിയ സൗഹൃദമുണ്ടായി. മുഗൾ രാജാവായിട്ടുള്ള അക്ബർ ഒരു മുസ്ലിം രാജാവ് മാത്രമല്ല, തങ്ങളുടെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിച്ചിട്ടുള്ള ഞങ്ങളുടെ മരുമകൻ കൂടിയാണ്. ഭയത്തിൻ്റെ പേരിൽ ഒന്നിച്ചിരുന്ന രജപുത്താന ഇപ്പോൾ ഭയത്തിൻ്റെ പേരിൽ മാത്രമല്ല, ഒരു സ്നേഹത്തിൻ്റെ പേരിൽ കൂടി, ഒരു രക്തബന്ധത്തിൻ്റെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന രക്തബന്ധത്തിൻ്റെ പേരിൽ കൂടി അവർ ഒന്നിച്ചു. മുഗൾ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൂർവ്വകാല ചരിത്രത്തിൽ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. വിവാഹം ചെയ്ത് ഹർഖാബായിയെ ആഗ്രയിലേക്ക് കൊണ്ടുപോയ അക്ബർ ഒരിക്കലും ഹർഖാബായിയെ മതം മാറാനായി പ്രേരിപ്പിച്ചിട്ടില്ല. ഹർഖാബായി ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു. അവർ മരിക്കുന്നിടം വരെ ഒരു ഹിന്ദുമത വിശ്വാസിയായിട്ട് തന്നെ തുടർന്നു. ആഗ്രയിലെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം ഹർഖാബായിക്ക് വേണ്ടി അക്ബർ പ്രത്യേകം പണി കഴിപ്പിച്ചു കൊടുത്തു. അവർക്ക് 2 പേർക്കും ഒരു കുഞ്ഞുണ്ടായി, സലീം. സലീം ഒരു മുഗൾ രാജവംശത്തിൻ്റെ പിൻഗാമി മാത്രമല്ല, അദ്ദേഹം പകുതി മുഗൾ രാജവംശവും പകുതി ഒരു രാജ്പുത്തുമാണ്. ജഹാംഗീർ എന്ന പേരിൽ പിന്നീട് ഇതേ സലീം തന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി മാറി. പിന്നീട് വന്ന മുഗൾ സാമ്രാജ്യത്തിലെ അടുത്ത തലമുറകളൊക്കെ ഈ ജഹാംഗീറിൻ്റെ പിൻഗാമികളായിരുന്നു. അതായത് പിന്നീട് വന്നവരൊക്കെ പൂർണ്ണമായിട്ടും മുഗളന്മാരായിരുന്നില്ല. അവരിൽ പകുതി രജ്പുത്താനയായിരുന്നു, അല്ലെങ്കിൽ അവർ രജ്പുത്താന കൂടിയായിരുന്നു. അക്ബറിൻ്റെ അടുത്ത ശ്രദ്ധ പോകുന്നത് ഗുജറാത്തിലേക്കാണ്. ഗുജറാത്തിനെ കീഴടക്കി കഴിഞ്ഞാൽ 2 കാര്യം. ഒന്ന്, അവിടെയുള്ള പോർട്ടുകൾ സ്വന്തമാക്കാം. പോർട്ടുകളിലൂടെ വിദേശ രാജ്യങ്ങളിലുമായിട്ട് കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ നടത്താം. കൂടാതെ ഗുജറാത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള 2 ട്രേഡ് സെൻറ്ററുകൾ ഉണ്ടായിരുന്നു. ഒന്ന് സൂററ്റ്, മറ്റൊന്ന് കാംബെ. ഇത് 2ഉം കൂടെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അക്ബറിൻ്റെ സാമ്രാജ്യം അത് ഏറ്റവും സാമ്പത്തികമായിട്ടുള്ള സ്റ്റെബിലിറ്റി ഉള്ള ഒരു സാമ്രാജ്യമായിട്ട് മാറും. പക്ഷേ അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിട്ട് അക്ബറിൻ്റെ സാമ്രാജ്യം മാറില്ല. അതിന് വേറെയും ചില നടപടികളൊക്കെ സ്വീകരിക്കണം. അത് അക്ബർ സ്വീകരിക്കുന്നുണ്ട്, നമുക്ക് അവിടേക്കൊക്കെ വരാം. ആദ്യം നമുക്ക് ഗുജറാത്തിലെ കാര്യം നോക്കാം. മുസഫർ ഷാ മൂന്നാമനാണ് ആ കാലഘട്ടത്തിൽ ഗുജറാത്ത് ഭരിക്കുന്നത്. അക്ബർ ഇത്തരത്തിൽ തങ്ങളെ ആക്രമിക്കാൻ വരുന്നുവെന്ന് കേട്ടപ്പോൾ മുസഫർ ഷാ അടിമുടിയൊന്ന് വിറച്ചു. വലിയ ഭയമുണ്ട്, അതിനുപരി വലിയ രീതിയിലുള്ള ആരാധനയാണ് അക്ബറിനോടുള്ളത്. മുസഫർ ഷാ നേരെ അക്ബറിൻ്റെ അടുത്തേക്ക് തന്നെ ഒരു സന്ദേശവാഹകനെ അയച്ചു. നിങ്ങൾ എന്തുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നില്ല, ഈ പ്രദേശം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അക്ബർ സന്തോഷത്തോടു കൂടി തന്നെ മുസഫർ ഷായുടെ ആ കോട്ടയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന മുസഫർ ഷായുടെ അണ്ടറിലെ കുറേയധികം നോബിൾസിനും അക്ബറിനോട് വലിയ ആരാധനയും സ്നേഹവുമാണ്. കാരണം അവർക്കൊക്കെ അക്ബറിനെ അറിയാം. അക്ബർ ഒരു പ്രദേശം കീഴടക്കി കഴിഞ്ഞാൽ അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും നല്ല ധാരണയുണ്ട്. സാധാരണഗതിയിൽ ശത്രുക്കൾ ഒരു പ്രദേശം കീഴടക്കി കഴിഞ്ഞാൽ അവിടെ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളായിരിക്കും അഴിച്ചുവിടുക. അവിടെയുള്ള സ്ത്രീകളെ പീഡിപ്പിക്കുക, കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ കൊല്ലുക, അവരുടെ സ്വത്തുക്കളൊക്കെ അപഹരിച്ചെടുക്കുക. പക്ഷേ അക്ബർ അങ്ങനൊന്നും ചെയ്യില്ല. അക്ബർ ഒരു പ്രദേശം കീഴടക്കി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രജകളൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കളെ പോലെയാണ്. ആഗ്രയിലും ഡൽഹിയിലുമുള്ള ജനങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേ ജീവിത സാഹചര്യത്തിലേക്ക് ഇവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഗുജറാത്ത് കീഴടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരൻ്റെ വേതനം 10 രൂപയാണെന്ന് എടുക്കാം. പക്ഷേ അക്ബർ കീഴടക്കി കഴിഞ്ഞാൽ അവർക്ക് 10 രൂപയ്ക്ക് ഉപരിയായി 15 രൂപ ലഭ്യമാകുന്ന തരത്തിലേക്ക് ആ പ്രദേശത്തിൽ തന്നെ അക്ബർ വികസിപ്പിച്ചെടുക്കും. കൂടാതെ അവിടം ഭരിച്ചിരുന്ന ചക്രവർത്തിക്കും മറ്റ് പൗരപ്രമുഖന്മാർക്കും ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുക്കും. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമാണ്. അക്ബറിന് കാര്യമായിട്ട് അവിടെ ഒരു രീതിയിലുള്ള യുദ്ധവും ചെയ്യേണ്ടി വന്നില്ല. അക്ബർ അഹമ്മദാബാദിലെ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു വലിയ പ്രഖ്യാപനവും നടത്തി. ഗുജറാത്തും ഈ കാണുന്ന അഹമ്മദാബാദും ഒക്കെ ഇനി മുഗൾ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു പ്രദേശമായി മാറുന്നു. ട്രേഡ് സെൻറ്ററുകളായി, പോർട്ടുകളായി, ഇനി അത്യാവശ്യത്തിന് കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല കുറേ പ്രദേശങ്ങൾ കൂടി വേണം.
ആ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി കൃഷി ചെയ്യാൻ പറ്റുന്ന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നത് ബംഗാളിലാണ്. അന്നത്തെ ബംഗാൾ എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ ബംഗാൾ മാത്രമല്ല. ഇന്നത്തെ ബംഗാൾ എന്ന് പറഞ്ഞാൽ എന്താ, ബംഗ്ലാദേശും അതുപോലെ വെസ്റ്റ് ബംഗാളും. പക്ഷേ അന്നത്തെ ബംഗാളിൻ്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശുണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട്, ബീഹാറുണ്ട്, ഒഡീഷയുണ്ട്. ആ പ്രദേശങ്ങളിൽ ഒരുപാട് നദികൾ ഒഴുകുന്നു. ആ നദികളോടൊക്കെ ചേർന്ന് തന്നെ ധാരാളം കൃഷിഭൂമികളുമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്ന, ഏറ്റവും കൂടുതൽ വിളവെടുപ്പുകൾ നടത്തിയിരുന്ന പ്രദേശം ബംഗാളായിരുന്നു. ബംഗാൾ പ്രദേശം കൂടെ അക്ബറിന് കീഴടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു നേട്ടമായിരിക്കും മുഗൾ സാമ്രാജ്യത്തിനുണ്ടാവുക. ബംഗാൾ ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് അഫ്ഗാൻ പാരമ്പര്യമുള്ള ഒരു ഡൈനാസ്റ്റി ആയിരുന്നു, ഖരാനി ഡൈനാസ്റ്റി. അതിൻ്റെ ചക്രവർത്തി ദാവൂദ് ഖാൻ ഖരാനിയുമാണ്. അക്ബർ ഒട്ടും തന്നെ സമയം കളയാതെ ദാവൂദിന് ഒരു സന്ദേശം അയച്ചു. കീഴടങ്ങുക, നിങ്ങളെ യുദ്ധ തടവുപുള്ളിയായിട്ടൊന്നും എടുക്കില്ല, നിങ്ങൾക്ക് മികച്ച സ്ഥാനങ്ങൾ തരും, പക്ഷേ നിങ്ങൾ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു അലയായിട്ട് മാറണം. ദാവൂദിന് അതിനോടൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഡൽഹി കൂടി എങ്ങനെ കീഴടക്കുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ. അപ്പോഴാണോ നിങ്ങൾക്ക് ഞാൻ ഈ പ്രദേശം കൂടെ വിട്ടുതരേണ്ടത്? ഒരു കാരണവശാലും വിട്ടുതരില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഡൽഹിയും ഞാൻ പിടിച്ചെടുക്കും. അക്ബറിന് നല്ല ദേഷ്യം തോന്നി. അതുകൊണ്ട് തന്നെ തൻ്റെ വിശ്വസ്ത സൈനിക മേധാവിയായ മുനീം ഖാനെ നേരെ ബംഗാളിലേക്ക് അയച്ചു. വർഷം 1574. മുനീം ഖാൻ ആദ്യം പുറപ്പെടുന്നത് അന്നത്തെ ബംഗാളിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പാറ്റ്നയിലേക്കാണ്. ഈ പാറ്റ്ന ഇന്ന് ബീഹാറിൻ്റെ തലസ്ഥാനമാണ്. അവിടെ ഒരു ചെറിയ യുദ്ധമാണ് നടക്കുന്നത്. ആ യുദ്ധത്തിൽ ദാവൂദ് ഖാൻ പരാജയപ്പെട്ടു. അദ്ദേഹവും മറ്റ് സൈനികരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അക്ബർ മുനീം ഖാന് പാറ്റ്നയുടെ ചാർജ് കൊടുത്തു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയ ദാവൂദ് ഖാൻ വെറുതെ ഇരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് കുറേ കൂടെ ഒരു വലിയ സേനയെ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ടുക്കോരിയിൽ വെച്ച് ഒരു ഏറ്റുമുട്ടൽ നടന്നു. അത് കുറേ കൂടെ വലിയൊരു യുദ്ധമായിരുന്നു. ടുക്കോരിയു എന്ന് പറയുന്നത് ഇന്നത്തെ ഒഡീഷ അല്ലെങ്കിൽ ഒറീസയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ്. ടുക്കോരിയിലെ യുദ്ധം അത് കുറച്ചധികം ദിവസങ്ങൾ നീണ്ടു നിന്നു. ആ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ മുനീം ഖാൻ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. എന്നാൽ അത് ചെറിയൊരു മേൽക്കൈ മാത്രമായിരുന്നു. ഏതാണ്ട് തുല്യശക്തർ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ടുക്കോരിയിൽ നടക്കുന്നത്. ദിവസങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ അവിടെയും രക്ഷയില്ലാതെ ദാവൂദ് ഖാന് പിന്മാറേണ്ടി വന്നു. ആ യുദ്ധത്തിന് ശേഷമാണ് രണ്ട് കൂട്ടരും ട്രീറ്റി ഓഫ് കട്ടക്കിൽ ഒപ്പുവെക്കുന്നത്. ആ ട്രീറ്റി അനുസരിച്ച് ഒഡീഷ മാത്രമായിരിക്കും ഇനി ദാവൂദിനുണ്ടായിരിക്കുക. ദാവൂദ് ബംഗാളിലേക്കോ ബീഹാറിലേക്കോ കടക്കുന്നില്ല. ബംഗാളും ബീഹാറും ഇനിയുള്ള കാലം മുഗളന്മാർക്ക് സ്വന്തമായിരിക്കും. പക്ഷേ ദാവൂദ് മനസ്സിൽ ചില തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചതിയൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടായിരുന്നു ആ ട്രീറ്റിയിൽ സൈൻ ചെയ്തത്. ട്രീറ്റിയിൽ സൈൻ ചെയ്ത് ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബീഹാറും ബംഗാളും പിടിച്ചടക്കാനായി മറ്റൊരു യുദ്ധം നടത്തി. ആ യുദ്ധത്തിൽ മുഗളന്മാരുടെ സൈന്യാധിപനായിരുന്ന മുനീം ഖാൻ കൊല്ലപ്പെട്ടു. അതേ തുടർന്ന് മുഗളന്മാർ പിന്മാറുന്നില്ല. അക്ബർ അവിടേക്ക് പുതിയൊരു സൈന്യാധിപനെ അയച്ചു. അദ്ദേഹമാണ് ഖാൻ ജഹാൻ ഗുലി ബേഗ്. ദാവൂദ് ഖാൻ അപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നിരന്തരമായിട്ട് മുഗളന്മാരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഗുലി ബേഗിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള 1576 ബാറ്റിൽ ഓഫ് രാജ്മഹൽ വെച്ചിട്ടാണ് ദാവൂദ് ഖാനെ കീഴടക്കുന്നതും കൊല്ലുന്നതും. അതിനുശേഷം ഒരു അഫ്ഗാനികൾക്കും ആ പ്രദേശം ഭരിക്കാൻ കഴിഞ്ഞില്ല. അക്ബറിൻ്റെ കയ്യിൽ ബംഗാൾ കിട്ടിയതിന് ശേഷം ബംഗാളിനെ 3 സുബാഹായിട്ട് അക്ബർ വേർതിരിച്ചു. 3 സുബാഹ് എന്ന് പറയുമ്പോൾ 3 പ്രവിശ്യകളെന്ന് അർത്ഥം. അതിലൊന്ന് ബംഗാൾ, മറ്റൊന്ന് ബീഹാർ, മൂന്നാമത്തേത് ഒറീസ, അതായത് ഇന്നത്തെ ഒഡീഷ. ബംഗാൾ ഒരു വലിയ മേഖലയാണ്. ആ മേഖലയിൽ കൃത്യമായിട്ട് ഭരണനിർവഹണം നടത്തണമെങ്കിൽ ചെറിയ 3 പ്രവിശ്യകളായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമായിരുന്നു. ഓരോ പ്രവിശ്യകൾക്കും പ്രത്യേകം ഗവർണർമാരെ ഏർപ്പാടാക്കി. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബംഗാളിലെ വികസനമാണ്. നേരത്തെ തന്നെ വലിയ ഒരു അഗ്രികൾച്ചർ സെക്ടറിലെ ശക്തിയായിരുന്നു ബംഗാൾ. എന്നാൽ അതിനും ഉപരിയായി ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് തന്നെ ബംഗാൾ മാറി. ഡൽഹിയിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം എത്തിക്കുന്നത് ആ കാലഘട്ടത്തിൽ ബംഗാളായിരുന്നു. ബംഗാളിനെ ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ അക്ബറിന് സാധിച്ചു. അക്ബർ വളരെ മികച്ച രീതിയിലുള്ള അനവധി അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള നിയമങ്ങളാണ് അവിടെ നടപ്പിലാക്കുന്നത്. അതിന് അദ്ദേഹത്തെ സഹായിക്കാൻ അനവധി ഗവേഷകരുമുണ്ടായിരുന്നു. അക്ബർ നടപ്പിലാക്കിയ ഒരു ഭരണ പരിഷ്കാരമാണ് മൻസബ്ദാരി സിസ്റ്റം. ഇത് അക്ബറിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സൃഷ്ടിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വർഷങ്ങൾക്ക് മുൻപ് അക്ബറിൻ്റെ പൂർവികരായിരുന്ന ചെങ്കിസ് ഖാനാണ് ഇത് ആദ്യമായി നടപ്പിലാക്കിയത്. ഇതനുസരിച്ച്
ഓരോ ഒഫീഷ്യലുകൾക്കും, ഓരോ മിലിറ്ററി ഒഫീഷ്യലുകൾക്കും അല്ലാതുള്ള ഒഫീഷ്യലുകൾക്കും റാങ്കുകളുണ്ട്. ആ റാങ്കുകൾ പ്രധാനമായിട്ടും അവരുടെ കയ്യിലുള്ള സൈനികരുടെയും ആ സൈനികരുടെ ശക്തിയുടെയും അടിസ്ഥാനത്തിലായിരിക്കും. ഉയർന്ന റാങ്ക് ഉള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ശമ്പളമുള്ളത്. അവർക്ക് അവരുടെ താഴെ തട്ടിലേക്ക് ആ ശമ്പളം വിതരണം ചെയ്യാം. ഏറ്റവും കൂടുതൽ സൈനികരെ അതുകൊണ്ട് തന്നെ ഒഫീഷ്യർമാർ കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. അവർക്ക് കൂടുതലായിട്ട് പരിശീലനം കൊടുക്കാൻ തുടങ്ങി. അതോടുകൂടി സൈനികപരമായിട്ട് വലിയൊരു ശക്തിയായിട്ട് മുഗളന്മാർക്ക് ഉയർന്നു വരാനും സാധിച്ചു. ഇത് ഹെറിഡിറ്ററി ആയിട്ട് കൈമാറാൻ സാധിക്കുന്ന ഒരു പദവിയല്ല. വർഷങ്ങൾ കൊണ്ട് ഒരുപാട് പണം അവർക്ക് ഇതിലൂടെ സമ്പാദിക്കാൻ സാധിക്കും. ഇങ്ങനെ സമ്പാദിക്കുന്ന പണമൊക്കെ തൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കോ ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. ആ വ്യക്തി മരിക്കുമ്പോൾ, ആ ഒരു മൻസബ് റാങ്കിലുള്ള വ്യക്തി മരിക്കുമ്പോൾ അയാളുടെ സകല സ്വത്തുക്കളും, ഈ രീതിയിൽ അയാൾ സ്വന്തമാക്കിയ സകല പണവും നേരെ ചക്രവർത്തിയുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഖജനാവിലേക്കാണ് പോകുന്നത്. പിന്നീട് സമാനമായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയെ ചക്രവർത്തി പ്രത്യേകമായിട്ട് കണ്ടെത്തി ആ വ്യക്തിക്കായിരിക്കും പിന്നീട് ഇതിൻ്റെ ഒരു വിഹിതം കൊടുക്കുക. അല്ലാതെ മുൻപുണ്ടായിരുന്ന ഒരു മൻസബ്ദാരിയുടെ പിൻഗാമിക്ക് ഈ സ്വത്തുക്കളൊന്നും കൈമാറില്ല. അതുകൊണ്ട് തന്നെ നോബിൾസും മിലിറ്ററി ഓഫീഷ്യൽസും പാരമ്പര്യമായിട്ട് വലിയ ശക്തികളായിട്ടൊന്നും മാറുന്നില്ല. ഓരോ വ്യക്തികളും അവരുടെ കഴിവനുസരിച്ച് മാത്രമാണ് പദവികൾ സ്വന്തമാക്കുകയും അതിന് തുല്യമായിട്ടുള്ള ശമ്പളം കരസ്ഥമാക്കുകയും ചെയ്തിരുന്നത്. ഹിന്ദുക്കളിൽ നിന്ന് പ്രത്യേകമായി ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു ടാക്സ് സിസ്റ്റമായിരുന്നു ജസിയ സിസ്റ്റം. അത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടം മുതൽ തന്നെ ഉണ്ട്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ചരിത്രം വിവരിച്ചപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. പല ഘട്ടങ്ങളിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളെ തുടർന്ന് അത് വേണ്ടെന്ന് വച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അത് റീഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അക്ബർ ഈ ജസിയ സിസ്റ്റം പൂർണ്ണമായിട്ടും നിരോധിച്ചു. അതിൻ്റെ അർത്ഥം അക്ബറിന് ശേഷം അത് ഉണ്ടായിട്ടില്ലെന്നല്ല. അക്ബറിന് ഇതിനോട് വലിയ എതിർപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി. ഹിന്ദുക്കളും മുസ്ലിംസും മറ്റ് ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകളും ഒക്കെ അദ്ദേഹത്തിന് തുല്യരായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് അക്ബറിന് ഡൈസ്ലെക്സി ഉണ്ടായിരുന്നു എന്നാണ്. അത് പഠന വൈകല്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വായിക്കാനോ എഴുതാനോ അറിയില്ലായിരുന്നു. എന്നാൽ മറ്റുള്ള ആളുകളെ കൊണ്ട് അദ്ദേഹം അനേകം പുസ്തകങ്ങൾ വായിച്ച് കേൾക്കുമായിരുന്നു. ഇത്തരത്തിൽ 24,000-ഓളം വരുന്ന പുസ്തകങ്ങളാണ് അദ്ദേഹം വായിച്ചു കേട്ടത്. ആ പുസ്തകങ്ങൾ സയൻസ് പരമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, ചരിത്ര പ്രാധാന്യമുള്ള പുസ്തകങ്ങളുണ്ട്, മതപരമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, ഫിലോസഫിക്കലായിട്ടുള്ള പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ കാര്യത്തിലും അക്ബർ ധനികനായിരുന്നു. അക്ബറിൻ്റെ മകൻ്റെ ജനനം പ്രവചിച്ച ഒരു സൂഫി സൈൻ്റ് ഉണ്ട്. ആ സൂഫി സൈൻറ്റിനോടുള്ള ആദര സൂചകമായി അക്ബർ ഒരു വലിയ സിറ്റി തന്നെ സ്ഥാപിച്ചു. അതാണ് ഫത്തേപൂർ സിക്രി. ഈ ഫത്തേപൂർ സിക്രിയിൽ അദ്ദേഹം ഒരു വലിയ കെട്ടിടം നിർമ്മിച്ചിരുന്നു. അതാണ് ഇബാദത്ത് ഖാന, പ്രാർത്ഥനയുടെ വീടെന്നർത്ഥം. ആദ്യഘട്ടങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാരാണ് ഇവിടെ എത്തിയിരുന്നത്. അവർ മതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചക്രവർത്തിയുമായിട്ട് ചർച്ച ചെയ്തു. പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മറ്റ് മതത്തിൽപ്പെട്ടിട്ടുള്ള പൂജാരിമാരെയും സന്യാസിമാരെയും അദ്ദേഹം ക്ഷണിച്ചു വരുത്തി. ഹിന്ദുക്കളായിട്ടുള്ള സന്യാസിമാരുണ്ട്, ജൈന സന്യാസിമാരുണ്ട്, സ്വരാഷ്ട്രീയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജാരിമാരുണ്ട്. കൂടാതെ ഗോവയിൽ നിന്ന് എത്തിച്ചേർന്ന ക്രിസ്ത്യൻ ജെസ്യൂട്ട്സും ഉണ്ടായിരുന്നു. 2025 പോലും ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയില്ലാത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു സംവാദമായിരുന്നു ആ ഒരു കെട്ടിടത്തിൽ നടന്നിരുന്നത്. അവർ ഓരോ മതത്തിൻ്റെയും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അതിൻ്റെ പേരിൽ ആരും തല്ലുകൂടിയില്ല. വളരെ ശാന്തമായിട്ടുള്ള സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നത് അക്ബർ ആയിരുന്നു. അക്ബറിന് പ്രധാനമായിട്ടും അറിയണം ഏതാണ് ഏറ്റവും മികച്ച മതമെന്ന്. അദ്ദേഹം ഒടുവിൽ ഒരു ഉത്തരത്തിലെത്തിച്ചേർന്നു. പക്ഷേ അതൊരു പ്രത്യേക മതമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എല്ലാ മതങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു മതത്തെ മാത്രം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. എല്ലാ മതങ്ങളിലുമുള്ള ഏറ്റവും മികച്ച കാര്യങ്ങൾ സ്വയം നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ സ്വയം സ്വീകരിക്കാനായിട്ട് അദ്ദേഹം ദിൻ ഇലാഹി എന്ന പേരിൽ ഒരു പ്രത്യേക മതം തന്നെ ഉണ്ടാക്കിയെടുത്തു. ശരിക്കും അതിനൊരു മതമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഫിലോസഫി മാത്രമാണ്. അത് നിർബന്ധപൂർവ്വം ആരും സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരത്തിലുള്ള ഒരു മതം അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് അനേകം മതങ്ങളുടെ സംഭാവനകൾ സ്വീകരിച്ചു കൊണ്ടിട്ടാണ്. ഓരോ മതങ്ങളിലും സത്യസന്ധതയ്ക്കും ത്യാഗത്തിനും സ്നേഹത്തിനും കരുണയ്ക്കുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഫീച്ചറുകൾ സ്വീകരിച്ചിട്ടായിരുന്നു ഈ മതം മുന്നോട്ട് പോയത്. ഈ മതത്തിൻ്റെ പ്രധാനപ്പെട്ട കോർ ഐഡിയ സുൽത്തി ഖുള്ളാണ്. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും സമാധാനം എന്നാണ്. അക്ബറിൻ്റെ സദസ്സിലെ ഏറ്റവും വലിയ ആകർഷണം
നവരത്നങ്ങളായിരുന്നു. നവരത്നമെന്ന് പറയുമ്പോൾ ശരിക്കുമുള്ള രത്നമല്ല, എന്നാൽ രത്നത്തിനേക്കാൾ വളരെ മികച്ച, വളരെ ബ്രില്യൻ്റായിട്ടുള്ള 9 വ്യക്തിത്വങ്ങളായിരുന്നു. അതിലൊരാളാണ് ടാൻസൻ. ടാൻസൻ്റെ സംഗീതം ഇന്നും വളരെ പ്രശസ്തമാണ്. രാജ ടോഡർമാൾ അദ്ദേഹം ഒരു ഫൈനാൻഷ്യൽ വിസാർഡായിരുന്നു. വളരെ മികച്ച രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം അക്ബറിൻ്റെ കാലത്തിൽ നേടിയെടുക്കാൻ അക്ബറിനെ സഹായിച്ചത് രാജ ടോഡർമാളിൻ്റെ സാന്നിധ്യമാണ്. ബീർബലും വളരെ പ്രശസ്തനാണ്. ബീർബൽ ഒരു വിദൂഷകനാണ്. ബീർബൽ കഥകൾ ഈ കാലഘട്ടത്തിലും വളരെ വളരെ പ്രശസ്തമാണ്. ഒരു ഹിന്ദു മതവിശ്വാസിയായ ബീർബലിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടാണ് പല തരത്തിലുള്ള തീരുമാനങ്ങളും അക്ബർ നടപ്പിലാക്കിയിരുന്നത്. അത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ അക്ബറിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അത് സാധിച്ചിരുന്നു. നവരത്നങ്ങൾ ഒരാളായ ഒരു ചരിത്രകാരൻ കൂടിയായ അബുൽ ഫസലാണ് അക്ബറിൻ്റെ ജീവചരിത്രം എഴുതുന്നത്. ആ പുസ്തകത്തിൻ്റെ പേരാണ് അക്ബർ നാമ. അക്ബറിന് ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായിരുന്നു ജോധാബായിലുണ്ടായ സലീം. സലീം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഹാഫ് മുഗളനും ഹാഫ് രജ്പുത്തുമാണ്. അങ്ങനൊരു വ്യക്തിയെ അടുത്ത അധികാര സ്ഥാനത്തേക്ക്, അടുത്ത ചക്രവർത്തിയായിട്ട് ഉയർത്തി കൊണ്ടുവരണമെന്ന് അക്ബർ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടവുമായിരുന്നു. പക്ഷേ സലീം എത്ര കാലം എന്ന് കണ്ടാണ് കാത്തിരിക്കുന്നത്. ഒരുപാട് വർഷമാണ് അക്ബർ ഭരിച്ചത്, 50 വർഷത്തോളം. ആ 50 വർഷവും സലീം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് കാലം സലീമിന് കാത്തിരിക്കേണ്ടി വന്നു. തനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അധികാരസ്ഥാനത്ത് എത്തിച്ചേരണമെന്ന് സലീം ആഗ്രഹിച്ചു. അത് അക്ബറിനോട് നിരന്തരമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ അത് ഓർഡറിൻ്റെ രൂപത്തിൽ പോലും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും അക്ബർ ചെവിക്കൊള്ളാൻ കൂട്ടാക്കിയില്ല. കാരണം അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അക്ബർ ഇപ്പോൾ പൂർണ്ണമായിട്ടും ആരോഗ്യവാനായിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ വളരെ ചെറിയ പ്രായത്തിലാണ് അധികാരത്തിലേറിയത്. റീജൻ ഭരണം നടക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വെറും 14 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാനാണ്. സലീം അത്ര മെച്യൂറായിട്ടുള്ളൊരു വ്യക്തിയല്ല. സലീമിനെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ആ ചെറിയ പ്രായത്തിൽ മാത്രമല്ല, പിന്നീട് ചക്രവർത്തിയായി മാറിയതിന് ശേഷവും സലീമിനെ അല്ലെങ്കിൽ ജഹാംഗീറിനെ ആളുകൾ വെളിയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയെ പെട്ടെന്ന് അധികാരത്തെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മോശമായിട്ടുള്ളൊരു തീരുമാനമായിട്ടാണ് അക്ബർ കരുതിയിരുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് ഉടക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അക്ബർ അല്ല ചക്രവർത്തി, താനാണ് ചക്രവർത്തി എന്ന് പോലും സലീം പറഞ്ഞു. ആ കാലഘട്ടത്തിൽ അക്ബർ ആ സമയത്ത് രാജസദസ്സിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഡെക്കാനിൽ ഒരു യുദ്ധ ആവശ്യവുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നു. അത്തരത്തിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നീട് അക്ബർ വരുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്കറിയാം. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ, ഒന്നെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ മകൻ. പക്ഷേ ഇവിടെ അങ്ങനൊന്നും നടന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരി അക്ബറിൻ്റെ ഭാര്യയായ സലീമിൻ്റെ അമ്മയായ ജോധാബായിയാണ്. ജോധാബായി അവിടെ തന്ത്രപരമായിട്ട് ഇടപെട്ടു. രണ്ടുപേരും തമ്മിൽ ഒരു സന്ധി ഉണ്ടാക്കി. സലീമിന് ശരിക്കും അക്ബറിനോട് ഒരു വൈരാഗ്യമുണ്ടെന്നൊന്നും പറയാൻ സാധിക്കില്ല. അക്ബർ കുറച്ചുകൂടെ ബുദ്ധിമാനായിട്ടുള്ള ബ്രില്യൻ്റായിട്ടുള്ളൊരു നേതാവാണെങ്കിൽ ജഹാംഗീർ നേരെ വിപരീതമാണ്. അദ്ദേഹം വളരെ ഇമോഷണലാണ്. അദ്ദേഹം ഇമോഷൻ കാരണമാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. കൂടാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അതേപടി ചെയ്യുകയും ചെയ്യും. അക്ബർ ഇപ്പോൾ ഇല്ല, നിനക്ക് അധികാരത്തിൽ കയറാമെന്നൊക്കെ ഒരു ഐഡിയ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കാം. നമുക്കത് അങ്ങനെ തർപ്പിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷേ ജഹാംഗീറിൻ്റെ സ്വഭാവം അനുസരിച്ച് ആരെങ്കിലും അങ്ങനെ ഒരു പ്രേരണ നടത്തിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും രണ്ടുപേരും തമ്മിൽ ഒരു വലിയ യുദ്ധം നടക്കുമെന്ന് കരുതിയിരുന്ന സാഹചര്യത്തിൽ ജോധാബായിയുടെ ഇടപെടലിനെ തുടർന്ന് സലീം അല്ലെങ്കിൽ ജഹാംഗീർ പിന്മാറി. രണ്ടുപേരും തമ്മിൽ പിന്നീട് വലിയ വഴക്കുകളൊന്നും നടന്നിട്ടില്ല. 1605 അക്ബറിന് രോഗബാധ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് ഡയറിയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും മരിക്കുമെന്നുള്ളൊരു സാഹചര്യമുണ്ടായി. അടുത്ത ഭരണാധികാരി ആരാണെന്ന് തീരുമാനിക്കണം. നോബിൾസിനിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അക്ബറിന് ഒരു ആൺകുട്ടി മാത്രമല്ല, വേറെയും ആൺമക്കളുണ്ട്. സലീമിനോട് എല്ലാ നോബിൾസിനും ഒരു താല്പര്യമില്ല. മറ്റും ആൺമക്കളുടെ പേരാണ് പലരും പറയുന്നത്. പക്ഷേ ഒടുവിൽ തീരുമാനമെടുക്കേണ്ട ചക്രവർത്തിയുടെ ഭാഗത്തു നിന്നും വന്ന ഉത്തരം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. സലീം അടുത്ത ചക്രവർത്തി ആയാൽ മതി. അപ്പോഴും സലീമിനോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. അത് ജോധാബായിയോടുള്ള ഒരു സ്നേഹം കാരണമായിരിക്കാം, അല്ലെങ്കിൽ രജ്പുത്ത് മുഗൾ രക്തമൊഴുകുന്ന സലീമിനോടുള്ള ഒരു പ്രത്യേക പരിഗണനയായിരിക്കാം. പൂർണ്ണമായിട്ടുള്ള ഒരു മുസ്ലിമിനെ അദ്ദേഹം അടുത്ത ഭരണകർത്താവായിട്ട് നിയമിക്കുന്നില്ല. സലീമിൻ്റെ പേരാണ് പറയുന്നത്. 1605 ഒക്ടോബർ മാസം 27
അക്ബർ തൻ്റെ 63-ാം വയസ്സിൽ അദ്ദേഹം തന്നെ സ്ഥാപിച്ച ഫത്തേപൂർ സിക്രി എന്ന സിറ്റിയിൽ വെച്ച് മരണമടഞ്ഞു. ആഗ്രയ്ക്ക് അടുത്തുള്ള സിക്കന്ദ്ര എന്ന പ്രദേശത്ത് മനോഹരമായിട്ടുള്ള ഒരു ടൂംബ് സ്ഥാപിച്ച് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശവശരീരം അടക്കം ചെയ്യുന്നത്. ജഹാംഗീർ അല്ലെങ്കിൽ സലീം അടുത്ത ചക്രവർത്തിയായി അധികാരത്തിലേറി. അദ്ദേഹം അധികാരത്തിലേറുമ്പോൾ ഡൽഹി ലോകത്തിന് തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നിട്ടുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടും സൈനികപരമായിട്ടും കൃഷിഭൂമിയുടെ അളവെടുത്താലും ഒക്കെ ഡൽഹി വളരെ മുൻപിലാണ്. അങ്ങനെ ഒരു വലിയ സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആ രാജ്യത്തെ ജഹാംഗീറിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുക? വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള നൂർജഹാൻ എന്ന ഒരു സ്ത്രീ കൂടെ കടന്നു വരികയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഡൽഹിയിൽ സംഭവിക്കുക? ഡൽഹിയിൽ ഇനി സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അത് കേട്ട് തന്നെ അറിയണം, അല്ലെങ്കിൽ വായിച്ച് തന്നെ മനസ്സിലാക്കണം. കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും അത് ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MEMORY20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.